ഇതുകൂടി കേട്ടിട്ട് നീ പോയാ മതി. ഞാൻ ഏറില്ല. നീ മീൻ കഴിക്കുമോ? ഞാൻ മീൻ കഴിക്കും. മീൻ എങ്ങനെയാടാ ഹലാലാവുക? എന്താ മീൻ എന്താ ഹലാലല്ലാത്ത? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലാന്നില്ലേ? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മീൻ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് ആൻസർ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇതൊക്കെ മതത്തിന്റെ ഉള്ളിലുള്ള പെർസ്പെക്റ്റീവ്സ് ആണ്, റിലീജിയന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പബ്ലിക്കായിട്ട് ചോദിക്കേണ്ടതോ പറയേണ്ടതോ അല്ല. ഫസ്റ്റ് തന്നെ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി എന്ത് അച്ചീവ്മെന്റ് ചെയ്തിട്ടാണ് ഇവിടേക്ക് ഇന്റർവ്യൂ ചെയ്യുന്നത് തന്നെ നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ കൊണ്ടൊന്ന് ഇന്റർവ്യൂ ചെയ്തതിന് ശേഷമേ നമ്മൾ അറിയുമോ ഇയാൾ ഇന്ന ആളാണെന്ന്. പണ്ടൊക്കെ ആണെങ്കിൽ വലിയ രാഷ്ട്രീയ നിരീക്ഷകര്, കലാകാരന്മാര്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച ആൾക്കാരൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്യുക. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം അതൊക്കെ മാറി. ഇനി ഇവര് ചോദിച്ച ഉത്തരത്തിലേക്ക് വരാം. ഉത്തരം സിമ്പിളാണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നജിസാക്കപ്പെട്ട കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ, അതായത് ചത്തത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ വരി കഴിഞ്ഞ പാടന്നെ പറയുന്നുണ്ട് അതിൽ നിന്ന് 3 എണ്ണത്തിനെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അതായത് 3 എണ്ണം ചത്ത് കഴിഞ്ഞാലും നജിസല്ല എന്നുള്ള ഇത് അതിന്റെ തൊട്ട് മുമ്പ് തന്നെ ഉണ്ട്. അതൊരു സിമ്പിൾ ആയിട്ടുള്ള ആൻസറാണ്. അതുവരെ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് പറയാൻ പറ്റിയിട്ടില്ല. അതിൽപ്പെട്ട ഒന്നാണ് മീന്, കടൽ മത്സ്യങ്ങൾ. അത് ചത്ത് കഴിഞ്ഞാലും അത് നജിസല്ല, അത് നമുക്ക് ഭക്ഷിക്കാം. അത് കഴിഞ്ഞ് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മദ്രസയിൽ അതും ഇപ്പോൾ ഭയങ്കര വിവാദമാണ്. അതായത് മദ്രസയിൽ അതും ഇതൊക്കെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നതെന്ന് എല്ലാവരും വിചാരം. ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ നമ്മൾക്ക് കഴിക്കാം, എങ്ങനെ നമ്മൾ ആരാധനകൾ ചെയ്യാം, എങ്ങനെ ഒരു ഇസ്ലാമായിട്ട് മുസ്ലിമായിട്ട് ജീവിക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ മദ്രസയിൽ പഠിപ്പിക്കുന്നുള്ളൂ. ആ ഒരു കാര്യം, അതായത് ഈ പെൺകുട്ടി മുസ്ലിമായിട്ട് ഇപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അതൊക്കെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ മതത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകേണ്ട സംശയങ്ങളാണ്. നിങ്ങൾ എന്തായാലും ഇസ്ലാം ഉപേക്ഷിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അതൊക്കെ നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടം. നിങ്ങൾക്ക് നിരീശ്വരവാദിയാകാം, ഹിന്ദു ആകാം, മുസ്ലിം ആകാം, ക്രിസ്ത്യൻ ആകാം, എങ്ങനെ വേണേലും ജീവിക്കാം. അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മളെ, അതിലൊന്നും തർക്കമല്ല. പക്ഷേ നിങ്ങൾ ഇസ്ലാമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇസ്ലാമായിട്ട് ജീവിക്കുക, ഹിന്ദു ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ഹിന്ദു ആയിട്ട് ജീവിക്കുക, ക്രിസ്ത്യനായിട്ട് ജീവിക്കുകയാണെങ്കിൽ ക്രിസ്ത്യനായിട്ട് ജീവിക്കുക. അതിലൊന്നും ഒരു തെറ്റില്ല. ഇനിയിപ്പോൾ നിരീശ്വരവാദിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെയും ജീവിക്കുക. പക്ഷേ ഈ നിരീശ്വരവാദി ആയി ജീവിക്കുകയും ചെയ്യുക എന്നാൽ മറ്റുള്ള മതങ്ങളെ കയറി മാന്തം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൃത്തികെട്ട ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ ആരും എതിർക്കുന്നില്ല. ഇങ്ങനെയുള്ള വിവാദമാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇന്റർവ്യൂ ചെയ്യേണ്ട ആളുണ്ട്, അവരെയൊന്നും ഇവർ കാണൂല. ഫലസ്തീനിൽ യുദ്ധമായ സമയത്ത് വെള്ളം എത്തിച്ച ഒരു രശ്മി എന്ന് പറഞ്ഞൊരു കുട്ടി, ഈ ഫോട്ടോ കാണുന്നത്, ഇവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്യേണ്ടത്. ഇതൊക്കെ നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. അതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു പ്രചോദനം ഉണ്ടാവും. ഇപ്പം ഇവരെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഇവര് ചിത്രകാരി ആയതുകൊണ്ടാണ്. ഇവള് പടമെല്ലാം വരക്കും, കണ്ണന്റെ പടമെല്ലാം വരച്ചിട്ട് ഞാൻ ഫേസ്ബുക്കിലെല്ലാം കണ്ടിട്ട് അങ്ങനെയാണ് ഇവർ ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷേ നിങ്ങൾ ഈ മാളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 500 റുപ്യ 1000 റുപ്യ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പടം നമ്മൾ ഇരുത്തിക്കൊണ്ട് സെക്കൻഡ് കൊണ്ട് വരച്ചു തരുന്ന ആൾക്കാർ. എന്നിട്ട് അവരെ ഒന്നും നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാത്ത, അവരുടെ അടുത്ത് നിന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിഷം നിങ്ങൾക്ക് കിട്ടൂല. ഇങ്ങനെ വിഷം തുപ്പുകയും എന്തെങ്കിലും കുറച്ച് കഴിവോ എന്തെങ്കിലും ചെയ്ത് വൈറലായ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയാലേ നിങ്ങൾക്ക് ഫോളോവേഴ്സ്, നിങ്ങൾക്ക് റീച്ചും ഉണ്ടാവും. ഇങ്ങനെ വേറെ ഏത് സമുദായം ആയിക്കോട്ടെ അവരെ പറ്റിയിട്ട് അറിവില്ലാത്ത കാര്യങ്ങൾ പറയുകയും ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്തിട്ട് എന്ത് കിട്ടാനാ നിങ്ങൾക്ക്?